കൊല്ലം പുനലൂരിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പുനലൂർ സ്വദേശി ഷിനുവിനെയാണ് കോളേജ് ജംഗ്ഷൻ സമീപത്തെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന്റെ പല ഭാഗത്തും മുറിവേറ്റ പാടുകളുണ്ട്. ഫ്ളാറ്റിന് മുകളിൽ നിന്ന് മദ്യക്കുപ്പികളും ഷിനു ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണും പോലീസ് കണ്ടെത്തി. കൊല്ലം പുനലൂരിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പുനലൂർ സ്വദേശിയായ ഷിനുവാണ് മരിച്ചത്. കോളേജ് ജംഗ്ഷന് സമീപമുള്ള തോട്ടിലാണ് മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന്റെ പല ഭാഗത്തും മുറിവേറ്റ പാടുകളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഫ്ളാറ്റിന് മുകളിൽ നിന്ന് മദ്യക്കുപ്പികളും ഷിനു ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണും ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ലിജോ റോളൻസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ലിജോ, എന്തെങ്കിലും ദുരൂഹത സംശയിക്കുന്നുണ്ടോ പോലീസ്? ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പുനലൂരിൽ സ്വദേശിയായിട്ടുള്ള ഷിനുവിനെയാണ് കോളേജ് ജംഗ്ഷന് സമീപത്തെ ഫ്ളാറ്റിന് സമീപം ഉള്ള തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചയോടുകൂടെയാണ് ഈ മൃതദേഹം കണ്ടത്. ഈ മൃതദേഹത്തിൽ ചില മുറിവേറ്റ പാടുകൾ ഉള്ളത് തന്നെയാണ് ഒരു സംശയമായുള്ളത്. പുനലൂർ പോലീസ് അക്കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഫ്ളാറ്റിന് സമീപത്ത്, അതായത് ഇയാൾ മരിച്ചു കിടന്നതിന് സമീപത്തുള്ള ഫ്ളാറ്റിന് മുകളിലത്തെ നിലയിൽ മദ്യക്കുപ്പികളും മറ്റുമൊക്കെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് വീണതാണോ എന്നുള്ള ഒരു കാര്യം പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ശരീരത്തിലെ മുറിവുകൾ എങ്ങനെ വന്നു എന്നുള്ളതാണ് പോലീസിനെ സംശയമുണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, ഈ കെവിൻ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ ആദ്യം പോലീസ് പ്രതി ചേർത്തിരുന്നു. പക്ഷെ പിന്നീട് കോടതിയിൽ ഇതെത്തുന്ന സമയത്ത് ഇയാളെ വെറുതെ വിടുകയും ചെയ്ത ഒരാളാണ്. എന്തായാലും വിശദമായ ഒരു പരിശോധന ഇപ്പോൾ പുനലൂർ പോലീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഷിനുവിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളും ഒപ്പം തന്നെ സുഹൃത്തുക്കളും ഒക്കെ ഈ സംശയങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിശദമായ പരിശോധന. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. ശരി, ലിജോ ആണ് വിവരങ്ങൾ നൽകിയത്.